കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന വൻ മുന്നണി മാറ്റത്തിന് കളമൊരുങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുവരുന്നത്. ഇടതുമുന്നണിയിലെ നിർണായക ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം LDF വിട്ട് UDFിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നു എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ സംസാരം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ നിന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും RJD നേതാവ് MV ശ്രേയാംസ് കുമാറും വിട്ടുനിന്നത് വെറുമൊരു യാദൃച്ഛികമായി ആരും കരുതുന്നില്ല. RJDയുടെ മുന്നണി മാറ്റം ഉറപ്പായിട്ടുണ്ട്. കേരള കോൺഗ്രസ് ഭാഗത്തു നിന്നും സമരത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനും ചീഫ് വിപ്പ് ജയരാജും പങ്കെടുത്തുവെങ്കിലും പാർട്ടി നായകൻ ജോസ് കെ മാണി അസാന്നിധ്യം പ്രഖ്യാപിച്ചത് CPMനുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ്. കേരളത്തിന് പുറത്ത് യാത്രയായതിനാലാണ് പങ്കെടുക്കാൻ കഴിയാത്തതെന്ന് പാർട്ടി ഔദ്യോഗികമായി വിശദീകരിക്കുന്നുണ്ടെങ്കിലും UDF നേതൃത്വവുമായി അണിയറയിൽ നടക്കുന്ന ധാരണകളുടെ ഭാഗമായിട്ടാണ് ഈ വിട്ടുനിൽക്കലെന്നാണ് സൂചന. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫെബ്രുവരിയിൽ തന്നെ കേരള കോൺഗ്രസിന്റെ UDF പ്രവേശനം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അത് LDFന് കനത്ത പ്രഹരമാകും. മധ്യ തിരുവിതാംകൂറിലെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡും മുസ്ലിം ലീഗും ഈ നീക്കത്തിന് പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു. എന്നാൽ ജോസ് കെ മാണി ഇപ്പോഴും വ്യക്തമായ സൂചന നൽകിയിട്ടില്ല. ജോസ് കെ മാണിക്കൊപ്പം ശ്രേയാംസ് കുമാറും സമരത്തിൽ നിന്ന് വിട്ടുനിന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് പാർട്ടികളെ CPM അറിയിക്കും. സീറ്റ് വിഭജന ചർച്ചയിലും കടുത്ത നിലപാടുകൾ എടുക്കും. ഈ പാർട്ടികൾ ചോദിക്കുന്നതൊന്നും നൽകില്ല. ഒരേ സമയം രണ്ട് ഘടകകക്ഷികളുടെ അമരക്കാർ വിട്ടുനിൽക്കുന്നത് മുന്നണിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യം തകർന്നതിന്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. UDFിലേക്ക് മടങ്ങുമ്പോൾ പാലാ സീറ്റിനെ ചൊല്ലി മാണി സി കാപ്പനുമായി ഉണ്ടാകാനിടയുള്ള തർക്കം മാത്രമാണ് ഇപ്പോൾ ജോസ് കെ മാണിക്ക് മുന്നിൽ തടസ്സം. എന്നാൽ മടങ്ങിവരവ് UDFന് വലിയ ഊർജമാകുമെന്ന് കരുതുന്ന ലീഗും ഹൈക്കമാൻഡും ഈ പ്രതിസന്ധി പരിഹരിക്കുമെന്നാണ് മാണി ഗ്രൂപ്പിന്റെ പ്രതീക്ഷ. മുഖ്യമന്ത്രിയുടെ സമരത്തെ വെറും കോമഡി എന്ന് വിശേഷിപ്പിച്ച പ്രതിപക്ഷം ഭരണമുന്നണിയിലെ ഈ വിള്ളലുകളെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഫെബ്രുവരി ആദ്യവാരത്തോടെ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്ന നിർണായക പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യതയേറുന്നത്. എന്തായാലും അതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരള കോൺഗ്രസ് എം LDF വിട്ട് UDFിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നു എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ പുറത്തു വന്നിരുന്നു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ നിന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും RJD നേതാവ് MV ശ്രേയാംസ് കുമാറും വിട്ടുനിന്നത് വെറുമൊരു യാദൃച്ഛികതയായി ആരും തന്നെ കരുതുന്നില്ല.